ഒരു കപ്പ് കടല ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നതാണ്. അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടി കുക്കറിലിടാം. ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിടാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതിടാം. ഇനി ഇതിലേക്ക് സ്വല്പം മുളക് പൊടി ഇടുന്നുണ്ട്, സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. കടലയുടെ മുകളിൽ വെള്ളം വന്നാൽ മതി. ഇത്ര വെള്ളം മതി. ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കാം. പച്ചമുളക് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചാണ് അത് ഇടാം. രണ്ട് പച്ചമുളക് അരിഞ്ഞത് അതിടാം. മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞതിടാം. ഒരു സവാള അരിഞ്ഞാണ്. സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇടാനായിട്ടിട്ട്, അല്ലെങ്കിൽ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ഇടാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ഇടാം. പിന്നെ ഇത് 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ, അതിടാം. ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചാൽ മതി കേട്ടോ. പൊടിയൊക്കെ മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിടാം. നല്ലപോലെ വാടട്ടെ കേട്ടോ. ഇതിലേക്ക് ഒരു സ്വല്പം ഉപ്പിടുന്നുണ്ട്. കുറച്ച് സമയത്തൊന്ന് മൂടിക്കാം. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞുണ്ട്. ഇനി ഇതിലേക്ക് കടല വേവിച്ചത് ഇടാം. ഇത് ചാറ് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, ചാറ് അധികം വേണമെങ്കിലേ ചാറ് കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലയും, ഇത്രയും കടല മതി, കടലയും കുറച്ച് നാളികേരം കൂടി അരച്ച് ഇതിലൊഴിക്കുക. 2 സ്പൂൺ നാളികേരം കൂടി അരയ്ക്കുക. ഇത്രയും കടല എടുക്കുക, 2 സ്പൂൺ നാളികേരം എടുക്കുക, രണ്ടും കൂടി അരച്ചിട്ട് ഇതിലൊഴിക്കുക. അപ്പോൾ ചാറ് നല്ല കൊഴുപ്പായിരിക്കും. അതല്ലെങ്കിൽ നാളികേരപ്പാൽ പിഴിഞ്ഞൊഴിച്ചെടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് അരച്ച് ചേർക്കാം. നാളികേരം 2 സ്പൂൺ നാളികേരം ഇടണം. ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. നാളികേരം അരച്ചെടുത്താണ്. അതിലേക്ക് 1 സ്പൂൺ കടല ഇടാം. ഒന്ന് അരച്ച് കൊണ്ടുവരാം. സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഈ അരപ്പൊഴിക്കാം. മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാം. ചാറ് ലൂസാക്കാനേ. തിളക്കട്ടെ. സ്വല്പം ഉപ്പിടാം. തീ കുറച്ചിടാം. കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. ഒന്ന് തെളിയും. ഇത് തെളിഞ്ഞിട്ടുണ്ട് കണ്ട. ഇത് ഓഫ് ചെയ്യാം. നെല്ലിയിലിടാം. ചാറ് ഈ പാകത്തിന് ഓഫ് ചെയ്യണം കേട്ടോ. ഇതിന് കുറുകയും കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ അത് കുറുകും ഒന്നും കൂടി.